പല്ല് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പല്ല് വെക്കണോ? ഏറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പല്ല് വെക്കണോ വേണ്ടയോ? 32 പല്ലുകൾ ഉള്ളതല്ലേ, അപ്പൊ ഒരു പല്ല് പോയ എന്താ? അതാണ് മിക്കവാറും എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഓറൽ ക്യാവിറ്റിയുടെ മൊത്തം ബാലൻസ് നഷ്ടപ്പെടും എന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പല്ല് പോയാൽ നമുക്ക് തൊട്ടടുത്ത പല്ലുകൾ അങ്ങോട്ട് നീങ്ങി വരും. അപ്പൊ പല്ലുകൾ തൊട്ടടുത്ത പല്ലുകൾ എന്ത് പറ്റും? ചെരിയും. അതുകൊണ്ട് ആ പല്ലുകളുടെ ഇടയിൽ ഒരു സ്പേസ് ഫോം ചെയ്യും. അപ്പൊ അവിടെ ഫുഡ് ലോഡ്ജ് ആവും, അതായത് അവിടെ ഭക്ഷണം കയറി ഇരിക്കാൻ തുടങ്ങും. അപ്പൊ തൊട്ടടുത്ത പല്ലുകൾ എന്ത് പറ്റും? അത് കേടുവരും. പിന്നെ മുകളിലത്തെ പല്ലിന് താഴത്തെ പല്ലുമായിട്ട് കോണ്ടാക്ട് ഇല്ലാതെ വരികയാണ്. അപ്പൊ എന്ത് പറ്റും? മുകളിലത്തെ പല്ല് താഴോട്ട് ഇറങ്ങി വരും. അങ്ങനെ നമ്മുടെ മസിൽസിന് അവിടെ മസിൽസും അതുപോലെ നമ്മുടെ ടങ്, നാക്കും പല്ലും, അതാണ് നമ്മുടെ ഒരു ബാലൻസ് എന്ന് പറയുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ആ മസിൽസിന് അവിടെ പല്ലില്ലാതെ വരുമ്പോൾ മസിൽസ് അവിടെ കവിളൊട്ടാൻ തുടങ്ങും. കവിളൊട്ടി എന്ന് എല്ലാവരും പറയണത് കേൾക്കാം. പക്ഷെ അതിനൊക്കെ കാരണം എന്താ? ഈ ആർട്ടിഫിഷ്യൽ ആയിട്ട് ടീത്തെങ്കിലും വെക്കണം എന്നുള്ളതാണ്. അപ്പൊ പല്ല് നിലനിർത്താൻ നമ്മൾ ആദ്യം ശ്രമിക്കുക. പറ്റിയില്ല എങ്കിൽ നമുക്ക് പല്ല് പറക്കേണ്ടത് നിവർത്തിയില്ലാത്ത കാര്യമാകുമ്പോൾ പല്ല് പറക്കേണ്ടി വരും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ആയി എന്തായാലും ടീത്ത് വയ്ക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക.